ഭ്രാന്തൻ കാശി അവൻ്റെ ഡോക്ടർ പിണ പാർട്ട് 25. റൈറ്റർ കാർത്തു, എഡിറ്റിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ കാർത്തു. ഡോക്ടർ നാസർ അങ്ങ് പരലോകത്തെത്തി. ഇനി ഇവളുടെ സ്ഥാനവും വൈകാതെ അവിടെയാണ്. പക്ഷേ കുറ്റം കാശിയുടെ തലയിൽ വീഴണം. മഹാദേവൻ ദുർഗ ഓട്ടോയിൽ കയറി പോകുന്നതും നോക്കി കണക്ക് കൂട്ടുകയാണ്. ദുർഗ വീട്ടിൽ നിന്ന് പോയതോടെ കാശി ആകെ അസ്വസ്ഥതയിലാണ്. എവിടെയും നിൽപ്പുറക്കാത്ത പോലെ അവൻ ഫോൺ എടുത്ത് ഗോവിന്ദനെ വിളിച്ചു. 10 മിനിറ്റിനുള്ളിൽ അയാൾ കാശിയുടെ റൂമിലെ ബാൽക്കണിയിൽ എത്തിയിരുന്നു. അയാൾ റൂമിലേക്ക് വന്നതും കാശി കുഷ്യനിലേക്ക് ഇരുന്നു. ഗോവിന്ദനും സങ്കടം തോന്നി. ഇത്രയും മാനസിക തളർന്ന ഒരു അവസ്ഥയിൽ അയാൾ കണ്ടിട്ടില്ലായിരുന്നു അവനെ. ഗോവിന്ദേട്ടാ, ദുർഗയിൽ എപ്പോഴും ശ്രദ്ധ വേണം. അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നമ്മുടെ സെക്യൂരിറ്റി വേണം. അവിടുത്തെ ഡോക്ടേഴ്സും സ്റ്റാഫും രോഗികളും വിസിറ്റേഴ്സും എല്ലാവരിലും ഒരു ശ്രദ്ധ ഉണ്ടാകണം. നമ്മുടെ ആളുകൾ അവിടെയെല്ലാം റെഡിയാക്കി നിർത്തണം. കുഞ്ഞെ, ഹോസ്പിറ്റൽ കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. പക്ഷേ ലേഡി ഹോസ്റ്റലാണ്. അവിടുത്തെ ഉള്ളിലത്തെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടാണ്. പുറത്ത് നമ്മുടെ ശ്രദ്ധ ഉണ്ടാകും. ഹോസ്റ്റലുള്ളിലുള്ള അവളുടെ ശ്രദ്ധക്കായി ഒരു ലേഡിയെ ഏർപ്പാട് ചെയ്യൂ. എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് പറയൂ അവിടുത്തെ സ്റ്റാഫിനോട്. കാര്യങ്ങളെല്ലാം എന്നെ അപ്പോൾ അറിയിക്കാനും പറയണം എല്ലാവരോടും. ശരി, എന്നാൽ ഗോവിന്ദേട്ടൻ വേണ്ടത് ചെയ്യൂ. കാശി വീണ്ടും ചിന്തയിലായി. അവളുമായി ചിലവഴിച്ച ഹോസ്പിറ്റൽ രംഗവും കഴിഞ്ഞുപോയ റൊമാൻറ്റിക് അനുഭവമെല്ലാം അവൻ സന്തോഷം നൽകുന്നു. എങ്കിലും ഇപ്പോൾ നടന്ന ഓരോ കാര്യവും അവൻ്റെ ഹൃദയം പിടക്കുന്നതായിരുന്നു. ദുർഗെ, നിന്നെ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം ദൈവം നിന്നെ എനിക്ക് കാണിച്ചു തരാനുള്ളതായിരുന്നു. എൻ്റെ പ്രണയം നീയാണെന്ന് അറിയിക്കുകയായിരുന്നു. അവൻ്റെ ചിന്തകൾ കാടുകേറിപ്പോയി. ഓ, നല്ല സന്തോഷത്തിലാണല്ലോ വെള്ളിയാർ നിലത്തെ കൊച്ചു തമ്പുരാട്ടി. കുടുംബത്തെ മുഴുവൻ വടക്കേടത്ത് കെട്ടി എഴുന്നള്ളിച്ചപ്പോൾ സന്തോഷമാകും. അന്നത്തെ സംഭവത്തിന് ശേഷം നിർമ്മലയ്ക്ക് നേരെയാണ് കൗസല്യയുടെ നാവ്. ഇത്രയും പ്രായമായില്ലേ ചേച്ചി, ഇനിയെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടെ? നിങ്ങളോട് ആരും പറഞ്ഞില്ല പ്രണയിച്ചവനെ കിട്ടാതെ നിരാശാകാമുകിയായി നടക്കാൻ? ആയ കാലത്ത് വല്ലവനെയും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കൊച്ചുമകളെയും കൊഞ്ചിച്ച് സന്തോഷിച്ച് കഴിയാമായിരുന്നല്ലോ. നിങ്ങൾ നിരാശയിൽ കഴിയുകയാണെങ്കിലും കരുതി വീട്ടിലുള്ളവരെല്ലാം അതിനനുസരിച്ച് ജീവിക്കണമെന്ന നിങ്ങളുടെ വാശി ഇനിയെങ്കിലും നിർത്താൻ നോക്കൂ. അല്ല പിന്നെ വന്ന് കയറി അന്ന് തുടങ്ങിയതാ പെണ്ണും പിള്ളയുടെ ഈ ചൊറിച്ചിൽ. നിർമ്മല വിറുതുകൊണ്ട് അവൻ തൻ്റെ റൂമിലേക്ക് പോയി. കൗസല്യക്ക് മറുപടി കൊടുക്കാനുള്ള സമയം കൂടി നൽകാതെ പതിവ് പോലെ ചാടിത്തുള്ളി പരാതിയുമായി അച്ഛൻ ജഗന്നാഥിൻ്റെ റൂമിലേക്ക് കയറി അവരും. ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കാശി. കയ്യിലൊരു ഫയലുമായി അവൻ റിസപ്ഷനിലേക്ക് നടന്നു. ഡോക്ടർ ദുർഗയ്ക്കായി അപ്പോയിൻ്റ് എടുത്തു. അവളുടെ ഒപിക്ക് മുന്നിൽ 4ാമത്തെ ടോക്കൺ എടുത്ത് അവനിരുന്നു. ഒപി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏകദേശം അരമണിക്കൂറോളം അവൻ വെയിറ്റ് ചെയ്തു. നേഴ്സ് ടോക്കൺ നമ്പർ വിളിച്ചതും കാശി ഫയലുമായി ഡോർ തുറന്ന് ദുർഗയുടെ ക്യാബിനിലേക്ക് കയറി. ലാപ്ടോപ്പിൽ മുൻപത്തെ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽ അപ്ലോഡ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അവൾ. മുന്നിലെ ചെയർ നീക്കി കാശി അതിലേക്കിരുന്നു. അവൻ്റെ പതിവുള്ള പെർഫ്യൂം സ്മെൽ മൂക്കിലേക്കടിച്ചതും ദുർഗ ഞെട്ടലോടെ തല ഉയർത്തി നോക്കി. കാശി പതിവ് കള്ളച്ചിരിയോടെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ദുർഗ അറിയാതെ ചെയറിൽ നിന്നും എഴുന്നേറ്റുപോയി. അയ്യോ ഡോക്ടർ, എഴുന്നേൽക്കണ്ട. എല്ലാ പേഷ്യൻറ്റിനെ കണ്ടാലും ഇങ്ങനെ എഴുന്നേൽക്കാറുണ്ടോ? കാശി കള്ളച്ചിരിയോടെ ചോദിക്കുകയാണ്. അവൻ ആ ചിരി കണ്ടപ്പോൾ ദുർഗയ്ക്ക് ദേഷ്യമാണ് തോന്നിയത്. ദേഷ്യം കൊണ്ട് അവളുടെ കണ്ണും മുഖവും ചുവന്നു. അയ്യോ, എന്നെ കണ്ടിട്ടാണോ ഇങ്ങനെ ബ്ലഷായേ? ഏട്ടനെ കാണാൻ ഇത്രയും കൊതിയായിരുന്നോ? ദേ കാശി, പോകാൻ നോക്ക്. ഓരോന്ന് വരുത്തി വെച്ചിട്ട് കിന്നരിക്കാൻ വന്നിരിക്കുന്നു. അവൾ ദേഷ്യത്തോടെ കയ്യിലെ പേന ടേബിളിലേക്കിട്ട് കസേരയിലേക്കിരുന്നു. അല്ലെങ്കിലും എൻ്റെ ദുർഗെ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നത്? നിൻ്റെ ആ തന്തപ്പിടിയുടെ അടുത്ത് കഴിയുന്നതിലും നല്ലത് ഹോസ്റ്റൽ തന്നെയാണ്. അയാൾക്ക് കണ്ണിച്ചോരയില്ല. അയാളുടെ പേരും പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് അകലാൻ നോക്കിയാലുണ്ടല്ലോ. കാശിക്കിപ്പോൾ ഭ്രാന്ത് മാറി. പഴയ കാശിനാഥിൻ്റെ സ്വഭാവം എൻ്റെ പൊന്നുമോൾ എടുപ്പിക്കരുത്. ഞാനേ നിൻ്റെ പിറകെ തന്നെയുണ്ട്. നീ എത്ര ആട്ടി ഓടിച്ചാലും അട്ടയെപ്പോലെ ഞാൻ നിന്നെ ഒട്ടി തന്നെ ഉണ്ടാകും. ആഴ്ചയിൽ ഈ വിസിറ്റും ഉണ്ടാകും. എൻ്റെ മനോനില ഇപ്പോൾ നോർമലല്ല ഡോക്ടർ. മാനസിക രോഗിയെ ചികിത്സിക്കുന്ന ഈ ഡോക്ടറെ കാണാൻ തോന്നുകയാണ് ഏത് നിമിഷവും. അവനെ തന്നെ ദേഷ്യത്തോടെ നോക്കിയിരുന്ന ദുർഗയുടെ മുഖം ഒന്ന് ശാന്തമായി. ചുണ്ടിൽ നേരിയൊരു പുഞ്ചിരി മിന്നിമാഞ്ഞു. ഓ, ഇത്രയും മതി. ഈ ഒരാഴ്ച തള്ളി നീക്കാൻ ഈ പുഞ്ചിരി മാത്രം മതി.
കാശി അതും പറഞ്ഞ് ചെയറിൽ നിന്നും എഴുന്നേറ്റു. ഡോക്ടർ ക്യാബിനിലായി പോയി, അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് തന്ന് പിരിയാമായിരുന്നു. കാശി തൻ്റെ ചുണ്ടൊന്ന് നനച്ച് അവളുടെ ഇളം ചുണ്ടിലേക്ക് നോക്കി പറഞ്ഞു. ഫയൽ കയ്യിൽ പിടിച്ച് തിരിഞ്ഞു നടന്നു. അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് കടക്കുവോളം അവളുടെ നോട്ടം അവനിൽ തന്നെ ആയിരുന്നു. ഡോർ കടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരം കാശി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. തൻ്റെ പെണ്ണിൻ്റെ മുഖം മനസ്സിലേക്ക് ആവാഹിച്ച് പുറത്തേക്ക് നടന്നു. ദുർഗയുടെ മനവും കുളിർത്തു. എത്ര അകലാൻ നോക്കിയാലും മനസ്സ് കാന്തം പോലെ അവനിലേക്ക് തന്നെ അടുക്കുന്നുണ്ടെന്ന സത്യം അവൾ അറിയുകയായിരുന്നു ആ നിമിഷം. വെള്ളിയാർ നിലത്ത് പ്രവീണയുടെ റൂമിൽ അവളുടെ മാല കാണാനില്ലെന്നും പറഞ്ഞ് തിരച്ചിലിലാണ്. ഷേർലിയെ നിർത്തി പൊരിക്കുന്നുമുണ്ട്. ഗണേഷിന് അത് തീരെ പിടിക്കുന്നില്ല. ഒരു സമാധാനവും തരില്ല എന്ന് വെച്ചാൽ നിന്റെ മാല എന്തിനാ അവൾക്ക്? പാവം, നിന്റെ എല്ലാ കാര്യവും അവളല്ലേ നോക്കുന്നത്? ഗണേഷ് ഷേർലിയെ നോക്കി പ്രവീണയോടായി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഗണേഷും ഒന്ന് ഞെട്ടിയത്. പ്രവീണ അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി. അത് പിന്നെ അവൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി റൂമിന് പുറത്തേക്ക് പോകാൻ നിന്നതും പ്രവീണ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. നീ എന്തിനാ വായിൽ നോക്കി നിൽക്കുന്നത്? റൂമിൽ നിന്ന് പോകാൻ നോക്ക്. ഷേർലിയെ നേരെ ചീറിക്കൊണ്ട് അവൾ പറഞ്ഞതും ഷേർലി വേഗം അവിടെ നിന്നും പുറത്തേക്ക് പോയി. അതെ, വേലക്കാരിയോട് ഇത്ര ദയൊന്നും വേണ്ട. എൻ്റെ ലക്ഷങ്ങൾ വില വരുന്ന ഡയമണ്ട് നെക്ലേസാണ് കാണാതായത്. നിങ്ങൾക്ക് കുഴപ്പമൊന്നും കാണില്ല. നിങ്ങൾ ഇത്രയും കാലത്തിൻ്റെക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ എനിക്ക്? എൻ്റെ സ്വത്തിൽ നിന്ന് കിട്ടുന്നത് വെച്ച് ജീവിക്കുന്നു എന്നല്ലാതെ ഒരു ഗുണവുമില്ല നിങ്ങളെ കൊണ്ട്, പ്രവീണ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, കണക്കും പറയാൻ തുടങ്ങിയോ നീ? ഇന്നത്തോടെ ഒരു അന്ത്യം കാണണം. അയാൾ അതും പറഞ്ഞ് മഹാദേവൻ്റെ അടുത്തേക്ക് പോയി. പരാതി ദേവികയുടെ മുന്നിലും എത്തി. ഗണേഷ് ഇവളുടെ വേലക്കാരനൊന്നുമല്ലല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. ഭർത്താവല്ലേ? എന്നും ഇവൻ്റെ തലയിൽ കയറാനേ ഇവൾക്ക് നേരമുള്ളൂ. ഞാൻ അറിയുന്നില്ല എന്ന് കരുതണ്ട പ്രവീണെ. മഹാദേവൻ ഗണേഷിൻ്റെ അവസ്ഥ കണ്ട് ദേഷ്യത്തോടെ പറയുകയാണ്. ഈ സമയമാണ് കാശി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്. എന്താ ഇവിടെ പ്രശ്നം? കാശി ചോദിച്ചുകൊണ്ട് കുഷ്യനിലേക്ക് ഇരുന്നു. ചേച്ചി വിധവയല്ലേ, സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ആയാൽ നല്ലതല്ലേ, ചേച്ചിക്ക് സഹായമല്ലേ എന്നൊക്കെ കരുതി എൻ്റെ മോനെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ് ഈ കല്യാണം. എന്നിട്ടിപ്പോൾ അത് ഞങ്ങൾക്ക് തന്നെ വിനയാകാൻ മഹാദേവൻ ദേഷ്യത്തോടെ പറയുകയാണ്. മോളെ, എന്തൊക്കെയാണിത്? നിങ്ങൾക്കിടയിൽ തീരേണ്ട പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണോ പരിഹരിക്കേണ്ടത് ഏട്ടാ? ഏട്ടൻ നിൻ്റെ ഭർത്താവല്ലേ? കാശി പ്രവീണയോടായി ചോദിച്ചു. പ്രവീണയ്ക്ക് തന്നെ താഴ്ത്തി പറയുന്നത് ഇഷ്ടമല്ല, അത് ആരായാലും. ഏട്ടൻ തന്നെയല്ലേ ഏട്ടൻ്റെ ബിസിനസ്സിൽ നിന്നെല്ലാം ഗണേശേട്ടനെ പുറത്താക്കിയേ? ഗണേശേട്ടൻ ആ ദേഷ്യമെല്ലാം എന്നോട് തീർക്കുന്നത്, അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഏട്ടൻ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യൂ. ഏട്ടനും രൂപേഷും ചെറിയച്ഛനും ഒന്നിച്ചു തുടങ്ങിക്കോളൂ. ഓ, അതിന് ഞങ്ങളുടെ കയ്യിൽ എവിടെ മോനെ പണം? മഹാദേവൻ കൂനിക്കൂടിയിരുന്നു കൊണ്ട് ദയനീയതയോടെ പറഞ്ഞു. നിങ്ങൾ കയ്യിലുള്ളത് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യൂ. തികയാത്തത് ഞാൻ തന്നെ സഹായിക്കാം. കാശിയുടെ അഭിപ്രായം കേട്ടതും ഗണേഷിന് ആശ്ചര്യത്തോടൊപ്പം സന്തോഷവും നിറഞ്ഞു. ചെറിയച്ഛനല്ലേ ഞങ്ങളുടെ ഇപ്പോഴത്തെ കാരണവർ, ഈ കുടുംബത്തിൻ്റെ നെടുതൂൺ. കാശി മഹാദേവനെ വേണ്ടുവോളം പുകഴ്ത്തി. അയാളുടെ മനവും നിറഞ്ഞു. ഇതൊക്കെ പറയുമ്പോഴും കാശി മഹാദേവനും മക്കൾക്കുമെതിരെയുള്ള പുതിയ തന്ത്രം മെനയുകയാണെന്ന സത്യം അവർ അറിയാതെ പോയി. എന്താ പ്രവീണെ, ഏട്ടൻ്റെ മേലുള്ള നിൻ്റെ പരാതിയും തീർന്നില്ലേ? ഇനി പുതിയ ബിസിനസ്സിലേക്ക് മൂവ് ഓൺ ചെയ്യേണ്ടത് നിൻ്റെ ഭർത്താവിൻ്റെയും അമ്മായിയച്ഛൻ്റെയും മിടുക്ക്. കാശി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞ് അവൻ്റെ റൂമിലേക്ക് പോയി. ദിവസങ്ങൾ 2-3 കഴിഞ്ഞു. ദുർഗ ഇത്രയും ദിവസം അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു കൊണ്ടിരുന്നു. പക്ഷേ രേണുക അറിഞ്ഞുകൊണ്ട് തന്നെ ഫോൺ എടുക്കുന്നില്ല. നിർമ്മലയുടെ ഫോണിലേക്ക് ദുർഗ വിളിച്ച് വീട്ടിലെ വിവരമെല്ലാം അറിയാറുണ്ട്. ഏട്ടത്തി, ഇതാ ഫോൺ. നിർമ്മല അടുക്കളയിലെ ജോലി ചെയ്യുന്ന രേണുകയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ആരുടെ ഫോണാ നിർമ്മലെ? അവർ ചോദിച്ചുകൊണ്ട് ഫോൺ ചെവിയിൽ വെച്ചത്. പ്രതീക്ഷിക്കാതെ ദുർഗയുടെ ശബ്ദം കേട്ടതും ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അമ്മ, ഞാൻ എത്ര വിളിച്ചു, എന്തേ ഫോൺ എടുക്കാത്തെ? അമ്മയ്ക്കും എന്നെ വേണ്ടാതായോ? അപ്പുറം രേണുകയുടെ ശബ്ദമൊന്നും കേൾക്കാതായതും അവൾ ചോദിച്ചു പോയി. ദുർഗെ, എന്തിനാ എന്നെ വിളിച്ചേ? ഇനി എനിക്ക് വിളിക്കല്ലേ. അച്ഛൻ അത് ഇഷ്ടപ്പെടില്ല. നീ അച്ഛൻ്റെ സമ്മതമില്ലാതെ അവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ലേ? ഇനി അച്ഛൻ്റെ മുന്നിൽ എന്നെ കുറ്റക്കാരിയാക്കാൻ എന്നെ വിളിക്കല്ലേ ദുർഗെ. അവരുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അയ്യോ, ആരാ ഈ നുണയൊക്കെ അമ്മയോട് പറഞ്ഞ്? ഞാൻ എൻ്റെ അച്ഛന് കൈ പിടിച്ചു തരാതെ ആരെയും വിവാഹം കഴിക്കില്ല. ഞാൻ വെള്ളിയാർ നിലത്തല്ല ഇപ്പോൾ.
ഞാൻ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഹോസ്റ്റലിലേക്ക് മാറുകയും ചെയ്തു. അമ്മ, അച്ഛനോട് ഒന്ന് പറയോ? അച്ഛൻ്റെ സമ്മതമില്ലാതെ ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല എന്ന് ദുർഗ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അച്ഛൻ വരുന്നു, നീ ഫോൺ വെക്ക്. ഹാളിലേക്ക് വരുന്ന കൃഷ്ണനെ കണ്ടതും രേണുക വെപ്രാളത്തോടെ ഫോൺ കട്ട് ചെയ്തു. കാശി മുഖേന ഒരു അമേരിക്കൻ കമ്പനിയുമായി മഹാദേവനും മക്കളും ബിസിനസ് ടൈഅപ്പ് ചെയ്തു. മഹാദേവന് എങ്ങനെ നന്ദി പറയണമെന്നറിയുന്നില്ല. ആകെ കുഴിയിൽ വീണ് കിടക്കുന്ന തന്നെയും മക്കളെയും കരക്ക് കയറ്റിയ സമാധാനമായിരുന്നു അയാൾക്ക്. അച്ഛാ, ഇങ്ങനെ ഒരു സഹോദരനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം, ഗണേശൻ കാശിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ടെൻഷൻ തീർന്നില്ലേ? എൻ്റെയും. കാശി കുടിതലതോടെ പറഞ്ഞ് അവൻ്റെ ഓഫീസിൽ ക്യാബിലേക്ക് നടന്നു. പാവം, നമുക്ക് വേണ്ടി എത്ര വേഗമാണ് ഇത്രയും വലിയ അമേരിക്കൻ കമ്പനിയുമായി ബിസിനസ് റെഡിയാക്കി തന്നത് അല്ലേ മക്കളെ? എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റണില്ല. മഹാദേവൻ സന്തോഷം പറഞ്ഞിട്ട് തീരുന്നില്ല. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആഴ്ചയിലൊരിക്കൽ കാശി ദുർഗയുടെ അടുത്തേക്ക് പേഷ്യൻ്റായി പോകാറുണ്ട്. പല ദിവസവും അവളുടെ സ്വഭാവം പല രീതിയിലാണ്. ചില സമയങ്ങളിൽ ശാന്തമായി അവൻ പറയുന്നതും കേട്ടിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ അവൾ തികച്ചും അപരിചിതയെപ്പോലെയാണ് അവനോട് പെരുമാറുന്നത്. അമ്മയുടെ സപ്പോർട്ട് കൂടി ഇല്ലാതായതും ദുർഗ ദിവസം തോറും ടെൻഷൻ കൂടിയ അവസ്ഥയിലാണ് കടന്നുപോകുന്നത്. ഇതിൻ്റെ ഇടയിലാണ് കാശിയുടെ ഓഫീസിലേക്ക് വടക്കേടത്തെ മാനേജർ വരുന്നത്. അവൻ തിരിച്ചു കൊടുത്ത 40 ഏക്കർ ഭൂമിയുടെ ഫയലുമായിട്ടാണ് അയാൾ വന്നത്. കാശിക്ക് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു. അയാൾ കയ്യിലെ ഫയൽ അവൻ്റെ ടാബിളിൽ വെച്ച് തിരിച്ചുപോയി. കാശിക്ക് ഈ ശത്രുത എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊരു ധാരണയും ഇല്ലാതെ ആയി. ഈ പ്രശ്നമെല്ലാം അവസാനിച്ച് എങ്ങനെ തൻ്റെ പെണ്ണിനെ സ്വന്തമാക്കും എന്ന് അവന് ഒരു ഐഡിയയും ഇല്ലാതെ ആയിട്ടുണ്ട്. സ്വന്തം ബിസിനസ് ആയതോടെ ഗണേഷും നീർക്കോലി പത്തി വിടർത്തുന്ന മട്ടിലായി. ആത്മവിശ്വാസം ഒന്നുകൂടി. ഷേർലിയുടെ അടുത്ത് വല്ലപ്പോഴും പോയിരുന്ന അവൻ ഒന്നിടവിട്ട് പോക്കു തുടങ്ങി. അടുത്ത വീട്ടുകാരും അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. നിത്യരോഗിയായ അമ്മയും അവളും മാത്രമേ വീട്ടിലുള്ളൂ. മകളുടെ ഭാവിക്ക് ഈ ബന്ധം നല്ലതാണെന്ന തോന്നലായിരുന്നു ആ അമ്മക്ക്. അതുകൊണ്ട് തന്നെ മകളുടെ ഈ പ്രവൃത്തി അവർ കണ്ടില്ല എന്ന് നടിച്ചു. ഗണേഷ് വരുന്ന ദിവസമെല്ലാം അവർ തൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. കാശി അച്ഛൻ്റെ കൊലപാതകത്തിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ സ്വന്തം നിലയിൽ അന്വേഷണം ആരംഭിച്ചു. അതിനുവേണ്ടി പ്രത്യേക ടീമിനെ തന്നെ അവൻ തയ്യാറാക്കി. ഒരു ഞായറാഴ്ച വൈകിട്ട് ദുർഗയുടെ ഹോസ്റ്റലിലേക്ക് വന്നതാണ് നിർമ്മല. ചെറിയമ്മയെ കണ്ടതും അവൾ കെട്ടിപ്പിടിച്ച് റൂമിലേക്ക് ക്ഷണിച്ചു. നിർമ്മല അവളെ നോക്കി കാണുകയായിരുന്നു. പഴയ ആ പ്രസരിപ്പൊക്കെ പോയിരിക്കുന്നു. ഒരു വിഷാദഭാവം. കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഈ കുട്ടിയുടെ മുഖം അധികവും ഈ ഭാവം തന്നെ ആയിരുന്നു. ഒരു കാലത്ത് കൊച്ചുകുട്ടിയെപ്പോലെ ഓടിച്ചാടി തിമിർത്ത് നടന്നിരുന്നവൾ തന്നേക്കാൾ മുതിർന്നവരെ പോലെ പക്വതയുള്ള മുഖഭാവം ആയിട്ടുണ്ട്. എന്തേ ചെറിയമ്മ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ദുർഗയുടെ ചോദ്യം കേട്ടാണ് അവർ ചിന്തയിൽ നിന്നും ഉണർന്നത്. ഓരോന്ന് ചിന്തിച്ചു പോയി കുട്ടി. ഞാനും ഈ അവസ്ഥയിൽ കടന്നു പോയവളാണ് മോളെ. എനിക്ക് മനസ്സിലാകും എൻ്റെ കുട്ടിയുടെ തീരാവേദന. എല്ലാം ശരിയാകും മോളെ.